Hello everyone. This video is about a particular narrative technique called stream of consciousness. ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപേ എന്താണ് എടുത്തു പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദിസ്? ഈ വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം ജെയിംസ് ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിക്കകത്താണ് ആദ്യമായിട്ട് ഈ ടേം യൂസ് ചെയ്തത്. ആൻഡ് ദിസ് ടേം ഈസ് യൂസ്ഡ് ടു ഡെപ്പിക്ട് ദ കണ്ടിന്യൂസ് ആൻഡ് അൺബ്രോക്കൺ ഫ്ലോ ഓഫ് തോട്ട്. നമ്മളുടെ മനസ്സിൽ പല പല കാര്യങ്ങളും ഇങ്ങനെ വന്നും പൊക്കോണ്ടേയിരിക്കും. ആ കാര്യത്തിനെ അതുപോലെ എടുത്ത് എഴുതുന്നതിനാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അത് അതേപോലെ വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ബ്രേക്ക്, ഒരു ബ്രേക്ക് ഇല്ലാതെ, ഒന്നും കട്ട് ഓഫ് ചെയ്ത് കളയാതെ എങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പം അത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആവും. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ മിമിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ബ്രെയിൻ നമുക്ക് പല പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതെപ്പോഴും ലീനിയർ ആയിരിക്കുമോ? അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല, ലീനിയർ ആയിരിക്കത്തില്ല, ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കത്തില്ല നമ്മളുടെ ചിന്ത. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ബുക്കിലെ ഒരു വേർഡിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. എന്നിട്ട് ആ വേർഡ് വെച്ച് കണക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും വായിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ ചായ കുടിച്ചോ അങ്ങനൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അതായത് നമ്മൾ ബുക്കിനെ പറ്റിയിട്ടാണ് സംസാരിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് തുടങ്ങിയതെങ്കിലും ബുക്കിൽ ഒരു വേർഡിൽ സ്റ്റക്കായി നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ചിന്ത ഫുഡിലേക്ക് മാറി. അങ്ങനെയാണ് നമ്മളുടെ എല്ലാവരുടെയും മൈൻഡ് വർക്കാവുന്നത്. ആരുടെ മൈൻഡും ലീനിയർ ആയിട്ടുള്ള എപ്പോഴും കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മളുടെ മൈൻഡിനെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഇഷ്ടമുള്ള മാതിരി ഇഷ്ടമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കും. ആ തരത്തിലുള്ള ആലോചനയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു ടെക്നിക്ക് എന്തിനായിരിക്കണം യൂസ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ക്യാരക്ടർ എങ്ങനെയാണ്, ക്യാരക്ടറിൻ്റെ ഉള്ളിലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവരുടെ മൈൻഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും റിട്ടൺ വേർഡ്സിൽ നമ്മളുടെ റീഡേഴ്സിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. അല്ലാതെ നമുക്കറിയത്തില്ലല്ലോ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, അയാൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് എന്തുമാത്രമാണ്, അയാൾ അനുഭവിക്കുന്ന ട്രോമ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആവത്തില്ല. നമുക്കൊരു ബുക്ക് കിട്ടുവാണെങ്കിൽ ആ ബുക്കിനകത്ത് റിട്ടൺ ഫോമാറ്റിൽ തന്നെ ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും കണക്റ്റ് ആവത്തില്ല. ഒരാൾ അനുഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെ കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ഈ ഒരു ടെക്നിക്ക് നമുക്ക് പല തരത്തിൽ കാണാനായിട്ട് സാധിക്കും. ലൈക്ക് സെൻസറി ഒബ്സർവേഷൻ, ഫ്രീ അസോസിയേഷൻ, റെപ്പറ്റീഷൻ, അങ്ങനെയൊക്കെ. ലൈക്ക് നമ്മളുടെ സെൻസസ് വെച്ച് ഒരു കാര്യത്തിനെ എങ്ങനെയാണോ എടുക്കുന്നത്, അതിൻ്റെ സ്മെൽ എങ്ങനെയായിരിക്കും, ടേസ്റ്റ് എങ്ങനെയായിരിക്കും, അപ്പം നമ്മളുടെ മൈൻഡിൽ തന്നെ എന്തെങ്കിലും ഒരു പെർസെപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരത്തില്ലേ, അത് അതേപോലെ എഴുതുക, അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ പലപ്പോഴും അസോസിയേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഫ്രീ ആയിരിക്കും. ഒരു തരത്തിലും കണക്റ്റഡ് ആവാത്ത കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പോവും. നോൺ ലീനിയർ ആയിട്ട് തിങ്ക് ചെയ്ത് പോവും. ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ മൈൻഡ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അല്ലാതെ മൈൻഡ് ഒരു കറക്റ്റ് ഓർഡർ ഫോളോ ചെയ്ത് പോവാറില്ല. അത് തന്നെയാണ് ഇവിടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിനകത്തും നമുക്ക് അതേപോലെ തന്നെ ഒരു റിട്ടൺ ഫോർമാറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ക്യാരക്ടറിൻ്റെ മൈൻഡിലൂടെ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ തോട്ട്സ് എന്തൊക്കെയാണ്, അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഓഥർ നമുക്കൊരു ഹിൻ്റ് ഇട്ട് തരുവാണ് അവിടെ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാരണവശാലും വാശി പിടിക്കാൻ പറ്റത്തില്ല അതൊരു കറക്റ്റ് ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ ഫോളോ ചെയ്യണമെന്നോ അത് ഫ്രാഗ്മെൻറ്റഡ് അല്ലാതെ ആയിരിക്കണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. മിക്കപ്പോഴും അത് ഫ്രാഗ്മെൻറ്റഡ് ആയിരിക്കും, സെൻറ്റൻസസ് ബ്രോക്കൺ ആയിരിക്കും. ഓൾസോ നമ്മളുടെ ഗ്രാമാറ്റിക് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പം നമ്മളുടെ മൈൻഡിൽ എന്ത് വരുന്നു, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് തുടങ്ങി പകുതി എത്തുമ്പോഴായിരിക്കും നമുക്ക് വേറൊരു കാര്യം ആലോചനയിലേക്ക് വരുന്നത്, പിന്നെ അതിനെ പറ്റിയിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഒരിക്കലും
കൺവെൻഷണൽ ഗ്രമാറ്റിക്കൽ ഓർഡറും കാര്യങ്ങളും ഒന്നും ഫോളോ ചെയ്തുകൊണ്ടായിരിക്കത്തില്ല നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഒരു വാക്ക് പറയും, ചിലപ്പം വേറൊരു സെൻറ്റൻസിൻ്റെ അടുത്ത വാക്കായിരിക്കും പറയുന്നത്. അങ്ങനെ ആയിരിക്കും നമ്മളുടെ മൈൻഡിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് ഓഥർ എഴുതുമ്പം അയാളുടെ മൈൻഡിലൂടെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ക്യാരക്ടറിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ് അകപ്പെടുന്നതെങ്കിൽ അയാളുടെ ചിന്തകൾ എന്തൊക്കെയാണ് ആ സമയത്ത് വരുന്നത്. ഞാൻ ഇനി ഇത് ഫേസ് ചെയ്യണോ, അതോ ഞാൻ തോറ്റു പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ വരും. ആ ചിന്തയുടെ ഇടയിൽ കൂടെ അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് കണക്ഷൻ ഇല്ലാത്ത പല കാര്യങ്ങൾ വരും. പക്ഷേ അതേ അറ്റ് ദ വെരി സെയിം ടൈം അയാൾ ചിലപ്പോൾ ഫുഡിനെ കുറിച്ചും ആലോചിച്ചൊന്നിരിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീനിയറായിട്ട് കണക്ഷൻ തോന്നാത്ത പല കാര്യങ്ങളും അവിടെ ക്യാരക്ടറിൻ്റെ കണക്റ്റഡ് ആവും. കാരണം അയാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അയാൾ ഇങ്ങനെ ആലോചിച്ച് പോകുന്നത്. അങ്ങനൊരു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്ത കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും അയാളുടെ ഉള്ളിലൂടെ പല തോട്ട്സ് പോകും. ഈ തോട്ട്സ് പോകുന്നതെല്ലാം അതുപോലെ പേപ്പറിലേക്ക് എഴുതി വെച്ചാൽ ഭാവിയിൽ ഇത് വായിക്കുന്ന റീഡറിന് മനസ്സിലാവും അയാൾ ഒട്ടും ഓക്കെ അല്ലായിരുന്നു ആ സമയത്ത്. അയാളുടെ മനസ്സിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം റീഡറിന് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ റീഡറിൻ്റെ മൈൻഡിലൂടെ വരും, ഓക്കെ എനിക്ക് ഈ ക്യാരക്ടറിനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അയാൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമ്പോഴത്തേക്കും ക്യാരക്ടറുമായിട്ട് നല്ലൊരു കണക്ഷൻ ഈ റീഡറിന് കിട്ടും. അത് തന്നെയാണ് ഓഥറിനും ആവശ്യം. അപ്പം ഇതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്.